അസ്സലാമു അലൈക്കും. നെജ്മു അക്കരെ. പൊതുവെ ദ്വീപിൽ വരുന്ന ഒരു ദ്വീപത്തെ കടലും ഇവിടുത്തെ മത്സ്യവും കപ്പലും ബോട്ടും തോണിയും കടൽ തീരവും ഒക്കെയാണ് പൊതുവെ കാണാറ്. പക്ഷെ നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു സ്ഥലമുണ്ട്. അതായത് ദ്വീപിലെ കാട് ചിലപ്പോൾ പലരും കണ്ടിട്ടുണ്ടാവില്ല. ദ്വീപിലെ കാട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കേരളത്തെ കാടുമായിട്ട് കമ്പയർ ചെയ്യണ്ട. ദ്വീപിലത്തെ കാട് എന്ന് പറയുമ്പോൾ അതിൻ്റേതായ രൂപത്തിലുള്ള കാടാണ്. സിംഹവും പുലിയൊന്നും ഇല്ലാത്ത കാട്. പക്ഷേ എന്നാലും ഞങ്ങളുടെ നാട്ടിൽ ഈ ഒരു സ്ഥലത്ത്, കാട്ടിലുള്ള ഈ ഒരു സ്ഥലത്ത് ഇപ്പോഴും പകൽ സമയത്ത് പോലും ആളുകൾ പോകാൻ പേടിയാണ്. മുമ്പൊക്കെ തീരെ പോകില്ലായിരുന്നു, ഇപ്പോഴൊക്കെ പിന്നെയും പോകും കുറച്ച്. എന്നാലും ഇപ്പോഴും ഒറ്റക്ക് പോലും പേടിയാണ്. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഞങ്ങളുടെ നാട്ടിൽ. അതാണ് ഈ കാണുന്ന കുന്ന്. ഈ കുന്നിൻ്റെ പേരാണ് തീനക്കുന്ന്. എങ്ങനെയാണ് അതിന് ആ പേര് വരാൻ കാരണം എന്ന് വെച്ചാൽ, പണ്ട് ഒരുപാട് മുമ്പ് മറ്റേ അമുസ്ലിങ്ങളായ 2 കേരളക്കാർ ഇവരുടെ വെച്ച് മരണപ്പെടുകയും അന്ന് അവരെ കൊണ്ടുപോകാനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. അങ്ങനെ അവിടെ കേരളത്തിലേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടായി. അങ്ങനെ അവരെ കുഴിച്ചിട്ട സ്ഥലമാണ്. എന്നിട്ട് അവരുടെ രൂപത്തിലുള്ള അവരുടെ മതാചാരപ്രകാരം കുഴിച്ചിടണമല്ലോ. ആ കത്തിക്കാനൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് അപ്പോൾ കുഴിച്ചിടാൻ തീരുമാനിക്കുകയും അങ്ങനെ ഇവിടുത്തെ നല്ലവരായ വിശാലമനസ്കരായ ആളുകൾ അവർക്ക് വേണ്ടി അവരുടെ ഒരു സ്ഥലം കൊടുത്തതാണ്. ആൾ താമസമില്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ മുകളിലാണ് 2 ആളെ കുഴിച്ചിട്ടത്. ഒരു ഭാര്യയും ഭർത്താവെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്ഥലത്ത് പലരും പല അസമയങ്ങളിൽ രാത്രികളിലും ഒക്കെ ഈ പ്രേതങ്ങളെ കാണാറുണ്ടെന്നൊക്കെ പറയുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സ്ഥലം ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഈ കുന്നിനാണ് തീനക്കുന്ന് എന്നറിയപ്പെടുന്നത്. ഇപ്പോഴും ഇതിൻ്റെ അടുത്ത് ഒരു മരം നിൽപ്പുണ്ട്. 500 വർഷം പഴക്കമുണ്ടെന്നാണ് പലരും പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു. വീഡിയോ ഇഷ്ടമായാൽ കൂടുക. അസ്സലാമു അലൈക്കും.